കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രി AC മൊയ്തീൻ, CPIM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരെ പ്രതി ചേർക്കാൻ അനുമതി. 20 പ്രതികൾ അടങ്ങുന്ന രണ്ടാം ഘട്ട പ്രതിപട്ടികയ്ക്ക് ED ആസ്ഥാനം അനുമതി നൽകി. മൂന്നാം ഘട്ട പ്രതിപട്ടികയ്ക്ക് കൂടി അംഗീകാരം ലഭിച്ച ശേഷമാകും കുറ്റപത്രം സമർപ്പിക്കുക. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അങ്ങനെ CPIM നേതാക്കൾ കൂടി പ്രതിപട്ടികയിലേക്ക് വരുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട പ്രതിപട്ടിക തയ്യാറായി എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. 20 പ്രതികൾ അടങ്ങുന്ന രണ്ടാം ഘട്ട പ്രതിപട്ടികയാണ് തയ്യാറായിട്ടുള്ളത്. മുൻ മന്ത്രി AC മൊയ്തീൻ, CPIM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരെ പ്രതി ചേർക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ക്രമക്കേടിലൂടെ ലോൺ തരപ്പെടുത്തിയവരും കേസിലെ പ്രതികളാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ED ആസ്ഥാനത്തു നിന്നും ഇതിനുള്ള അനുമതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റിന് കിട്ടിക്കഴിഞ്ഞു. കേസിലാകെ 80-ലധികം പ്രതികൾ, കൃത്യമായി പറഞ്ഞാൽ 83 പ്രതികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മൂന്നാം ഘട്ട പ്രതിപട്ടികയ്ക്ക് കൂടി അംഗീകാരം ലഭിച്ച ശേഷം കുറ്റപത്രം സമർപ്പിക്കാനാണ് EDയുടെ തീരുമാനം. K രാധാകൃഷ്ണൻ MP അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ പ്രതികളാക്കണമോ എന്നുള്ള കാര്യത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. എന്തായാലും പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട പ്രപ്പോസൽ പോകും. അതിന് അംഗീകാരം കിട്ടിയാൽ കൂടുതൽ CPIM നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി പ്രതിപട്ടിക വിപുലമാക്കി അത് സമർപ്പിക്കാനാണ് EDയുടെ തീരുമാനം. ശരി ശ്രീകാന്ത്, തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.